செகண்ட் வணக்கம். எப்படி இருக்கண்ணா? நல்லா இருக்கண்ணா. இப்போ எந்த மார்க்கெட்? நான் இங்க இப்ப ஈரோடு மார்க்கெட். ஈரோடு മാർക്കറ്റിൽ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള പശുക്കളാണെങ്കിൽ അതിന് ഫുള്ള് പിന്നെ ടോട്ടൽ എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട്? நான் ഒരു 25 എടുത്തു. 25 പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലേക്കാണോ തമിഴ്നാട്ടിലേക്കാണോ? കേരളത്തിൽ എടുത്തിരിക്കണ. ഇവർ കാണുന്ന പശുക്കളൊക്കെ ഇപ്പോൾ പ്രസവിച്ചു അല്ലേ? ആ എല്ലാമേ പ്രസവിച്ചിരിക്കുന്നു. കൂടുതലും പ്രസവിച്ചിട്ടുണ്ട്. ഈ ഒരു പശുവൊക്കെ നമുക്ക് ഒരു 10 എണ്ണം പക്കം ഉണ്ടെന്നാ. 10 എണ്ണം അടുപ്പിച്ച് പ്രസവിച്ച പശുക്കൾ നമ്മൾ കണ്ടു. നല്ല അടിപൊളി കുട്ടികളൊക്കെ ആയിട്ടുള്ള പശുക്കളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കാം? നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കാം? ഈ കാണുന്നത് പാല് എപ്പോഴും ഒരു 20ക്ക് മേലെ ഉള്ള പശു தான் എടുത്തിരിക്കണം. 20 ലിറ്റർ മേലെ ഒരു ദിവസം നമുക്ക് 20 ലിറ്ററെങ്കിലും മേലെ കടിക്കും പറഞ്ഞു. ഇതൊക്കെ എത്ര പല്ല് പ്രായമുള്ളതാണ് ഈ പശുക്കളൊക്കെ? 4 പല്ല്. 4 പല്ല് പ്രായത്തിൽ നല്ല 6 പല്ല് പ്രായത്തിൽ വരുന്ന രണ്ടാമത്തെ പശുക്കളാണ്. ഇതിപ്പോ മാർക്കറ്റിൽ പ്രസവിച്ചു. മാർക്കറ്റിൽ പ്രസവിച്ച പശു ഇപ്പൊ മാർക്കറ്റിൽ പശുക്കുട്ടിയാണ്. ഇതാണോ? ഇത് പ്രസവിച്ചിരിക്കണം. ഈ പ്രസവിച്ച് 2 ദിവസം 2 ദിവസം ആയിട്ടുണ്ട്. എത്ര പാല് പ്രതീക്ഷിക്കും ഇതിനൊക്കെ? ഒരു 20 ലിറ്റർ മേലെ കിടക്കും. 20 ലിറ്റർ മേലെ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? ഇതൊരു മീഡിയം ടൈപ്പിൽ അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റി നല്ല ഇത് ബ്രീഡ്നാ പശുവും ചെറിയ പശു ഒരു 20 ലിറ്റർ കുറവുള്ള 20 ലിറ്ററെങ്കിലും കിട്ടും. പക്ഷെ കുറച്ച് ചെറിയ ടൈപ്പ് പശു ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള എച്ചപ്പിന്റെ ഒരു മീഡിയം ടൈപ്പ് പശുവാണ്. മീഡിയം സൈസ് പശുക്കളെ കിട്ടും. ഇപ്പൊ ഇത് പ്രസവിച്ച പശുവാണത്? ഇതെല്ലാം പ്രസവിച്ചതാണ്. ഇതെല്ലാം പ്രസവിച്ച പശുക്കളാണ്. ഇതെല്ലാം ഏത് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്? ഇതെല്ലാമേ കേരളത്തിൽ 2-3 സ്ഥലത്തേക്ക് പോകുന്നത്. 2 3 அப்படி போகுது. ഒരു തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു അല്ലേ? എല്ലാം തമിഴ്നാട്. കേരളം തമിഴ്നാട്ടിലേക്ക് എടുത്ത പശുക്കളാണ്. ഇതൊക്കെ നല്ല അടിപൊളി മടിസെറ്റിൽ വരുന്ന പശുക്കളാണ് അല്ലേ? ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കും? ഒരു ദിവസം ഒരു 20 ലിറ്റർ കുറവുള്ളത് കിട്ടും. ഒരു ദിവസം 20 ലിറ്റർ പ്രസവിച്ചിട്ടുണ്ടോ? ഇത് പ്രസവിച്ച പശു ഒരു ദിവസം ആയിട്ടുണ്ട്. இது பாருங்கடா, இது பிரசவிச்சிருக்கு. இது கன்னி பிரசவம். பிரசவிச்சிട്ടുണ്ട്. ഇത് 2 പല്ലുങ്ങടാ. 2 പല്ല്. നമ്മുടെ പ്രൈസ് റേഞ്ച് ഇത് 4 പല്ല് കന്നി പ്രസവം. നമ്മുടെ പ്രൈസ് റേഞ്ച് എത്രയായിരുന്നു വാങ്ങിയ മൊത്തത്തിൽ? എല്ലാം ഒരു 80 മുതൽ 110 എല്ലാ റേഞ്ചിലും എടുത്തിരിക്കണം. 80 മുതൽ 110 എല്ലാം 20 മുതൽ 25 ലിറ്റർ വരെ. ഓക്കേ, 20 മുതൽ 25 ലിറ്റർ വരെ പ്രതീക്ഷിക്കാവുന്ന പശുക്കളാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 80,000 മുതൽ 110 വരെയാണ് കേട്ടോ. അതിന് ഫുള്ള് കാണുന്ന പശുക്കളാണ്. ഇതിപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ എല്ലാമേ ഇവിടെ നിന്ന് എല്ലാം ഒരുമിച്ച് പോകണ്ട. അവിടെ നിന്ന് വണ്ടിയെല്ലാം ഷെയർ பண்ணிக்கோ. നമുക്ക് 2-3 ഒക്കെ വന്ന് ഇവിടെ എടുക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ട്. ചെറിയ വണ്ടി ഉണ്ട്, വലിയ വണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇത് பாருங்க 2 പല്ല് പ്രസവിച്ചിരിക്കട്ടാ. കിലോമീറ്ററിന് എത്രയാണ് ചാർജ് വരിക? കിലോമീറ്റർക്ക് 16 3 കയറും. അതേ 4 5 കയറും 20 വരും. ഒരു 10 12 ആകുമ്പോൾ 30 വരും കിലോമീറ്റർ. 1 സൈഡ് കിലോമീറ്റർ. അതാണ് ഇതെല്ലാം പറയും കന്നി പ്രസവം. ഇത് കന്നി പ്രസവം കേട്ടോ. 4 പല്ല് പ്രായത്തിലും കന്നി പ്രസവമാണ്. ഇത് കന്നി പ്രസവം. ഇത് കന്നി പ്രസവം. ഇത് രണ്ടാമത്തെ പ്രസവം. നല്ല ഹൈറ്റ് ഉള്ള പശു, ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാണ്. ഇതെല്ലാം 2 പല്ല്. ഇതിന്റെ കുട്ടിയാണത് അല്ലേ? നല്ല അടിപൊളി ഒരു ബ്രീഡ് കുട്ടിയാണ്. ഇത് പറയുക ഇത് 2 പല്ല്. 2 പല്ല് നല്ല കന്നി പശുവാണ്. ഇത് 2 പല്ല് കന്നി പ്രസവം. ഇത് 4 പല്ല് കേട്ടാ.